നമസ്കാരം. അബുദാബിയിലെ പ്രമുഖ ദന്ത ഡോക്ടറും മലയാളി സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം പ്രവാസി ലോകത്തിന് വലിയ ആഘാതമായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി മരണത്തെ പുൽകിയ ഡോക്ടർ അവസാനം എഴുതിയ സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അനുകമ്പയുടെ വില ഇതാണ് ഡോക്ടർ ധനലക്ഷ്മി 2 ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത കുറിപ്പിലെ തലക്കെട്ട്. ഇതൊരു കഥയാണോ അനുഭവമാണോ എന്ന് മനസ്സിലാകാത്ത തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ധനിക കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച സുഹൃത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ദയ തോന്നി സഹായം ചെയ്ത് കുരുക്കിലായ ഒരു വനിതയുടെ അനുഭവമാണ് കുറിപ്പിലുള്ളത്. ഇത് സ്വന്തം അനുഭവക്കുറിപ്പെന്ന സൂചന പോലുമുണ്ട്. സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഇയാൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമുള്ള ഒരു മകനുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് ജോലി നഷ്ടമായെന്നും കാർ കമ്പനി തിരികെ എടുത്തെന്നും വനിതാ സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നു. മകനെ കൊണ്ടുപോകാനും യാത്രകൾക്ക് വാഹനമില്ലെന്ന് കണ്ണീരോടെ പറയുന്നു. ഈ കഥ കേട്ട് സ്വന്തമായി വായ്പയെടുത്ത് കാർ വാങ്ങി നൽകുകയാണ് ഉറ്റ സുഹൃത്തായ വനിത. പ്രത്യേക പിന്തുണ ആവശ്യമുള്ള അയാളുടെ മകനെ മാത്രം ഓർത്താണ് ആ ദയ കാട്ടിയത്. പറ്റുമ്പോൾ തിരിച്ചടക്കണം എന്നത് മാത്രമായിരുന്നു അയാൾക്ക് മുന്നിൽ വെച്ച നിബന്ധന. പക്ഷേ പിന്നീട് നിരന്തരം ട്രാഫിക് പിഴകൾ വന്നു തുടങ്ങി. തെറ്റായ പാർക്കിംഗ്, അമിതവേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, അങ്ങനെ പലതും. ചോദിച്ചപ്പോൾ തിരക്കിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ, മകനെ തെറാപ്പിക്ക് കൊണ്ടുപോയപ്പോൾ സംഭവിച്ചത് തുടങ്ങിയ ന്യായീകരണങ്ങൾ. വായ്പയും വാഹനവും സ്വന്തം പേരിലായതിനാൽ എല്ലാം വനിതാ സുഹൃത്ത് അടച്ചു തീർത്തു. പക്ഷേ പിന്നെ കാണുന്നത് ഇയാളുടെ കുടുംബം വിദേശയാത്രകൾ നടത്തുന്നതും ഉല്ലസിക്കുന്നതും ആഡംബരത്തിൽ ജീവിക്കുന്നതുമെല്ലാമാണ്. തൻ്റെ പേരിലെടുത്ത കാറിൻ്റെ വായ്പയെങ്കിലും അടച്ചു തീർക്കാൻ പറഞ്ഞിട്ട് അതും കേട്ടില്ല. ചോദിച്ചിട്ടും മറുപടിയില്ല. ഒടുവിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ട് സഹായം തേടിയപ്പോൾ പോലും പ്രതികരണമുണ്ടായില്ല. ചതിക്കപ്പെടുകയായിരുന്നുവെന്ന തിരിച്ചറിവിൽ ആ വനിത സ്വന്തം അന്തസ്സ് മുറുകെ പിടിച്ച് തിരികെ നടന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സാങ്കല്പികമെന്ന് തോന്നുന്ന 2 പേരുകളല്ലാതെ മറ്റൊന്നും കുറിപ്പിലില്ല. അതേസമയം മുസഫയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോക്ടർ ധനലക്ഷ്മിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. ബനിയാസ് മോർച്ചറിയിലെ പൊതുദർശനത്തിന് ശേഷമാകും നാട്ടിലേക്ക് കൊണ്ടുപോവുക. ധനലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണകാരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. തിങ്കളാഴ്ച ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കണ്ണൂർ തളാബ് അരേക്കണ്ടി തായമ്പള്ളി വീട്ടിൽ പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ്. ഡോക്ടർ ധനലക്ഷ്മിയുടെ മരണത്തിന്റെ ഞെട്ടലാണ് പ്രവാസി ലോകം. ഡോക്ടറെ അടുത്തറിയാവുന്ന ആർക്കും മരണം വിശ്വസിക്കാനാകുന്നില്ല. 2 ദിവസമായി ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. 10 വർഷത്തിലധികമായി പ്രവാസിയായിരുന്നു. ജോലി സ്ഥലത്തും ഇവർ തിങ്കളാഴ്ച പോയിരുന്നില്ല. തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. ബനിയ സെൻട്രൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകിട്ട് 3-ന് മോർച്ചറിയിൽ എത്തിച്ചേരണമെന്ന് അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലീം സിറക്കൽ അറിയിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ എഴുതിയ ധനലക്ഷ്മി 10 വർഷത്തിലേറെയായി പ്രവാസിയായിരുന്നു. നിരവധി പുസ്തകങ്ങളും ധനലക്ഷ്മി എഴുതിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന അവർ ഗൾഫിൽ വരുന്നതിന് മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു. അബുദാബിയിലെ ചെറുതും വലുതുമായ സംഘടനകളുടെ പരിപാടിയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. അബുദാബി മലയാളി സമാജം അംഗം കൂടിയാണ്. UAE വിവിധ സംഘടനകളിൽ നിന്നും നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഡോക്ടർ ധനലക്ഷ്മിയെ തേടിയെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകൾക്ക് തീരാ നഷ്ടമാണ് ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗമെന്ന് സലീം ചിറക്കൽ അഭിപ്രായപ്പെട്ടു. എല്ലാവരുമായും ഒരുപോലെ ഇടപഴകുന്ന പ്രകൃതമായിരുന്നു അവരുടേത്. ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം ഞെട്ടലോടെയാണ് കേട്ടതെന്ന് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ആറ്റിങ്ങൽ അഭിപ്രായപ്പെട്ടു. എപ്പോഴും ചെറുപുഞ്ചിരിയോടെ മാത്രമാണ് പൊതുപരിപാടികളിൽ അവർ നിറഞ്ഞു നിന്നതെന്നും AICC അബുദാബിയുടെയും തന്റെയും കുടുംബത്തിന്റെയും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.